Welcome back to Civil Tech BTech S6 Structural Analysis 2 Module 4 Direct Stiffness Matrixലെ രണ്ടാമത്തെ പ്രോബ്ലമാണ് നോക്കാൻ പോകുന്നത്. രണ്ടാമത്തെ വെച്ചാൽ ഫ്രെയിമിൻ്റെ രണ്ടാമത്തെ പ്രോബ്ലമാണ് നോക്കാൻ പോകുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഫ്രെയിമാണ് തന്നേക്കുന്ന ABCD. അതിൽ ABയുടെ സെക്ഷൻ I ആണ് വരുന്നത്. I സെക്ഷൻ തന്നെയാണ് വരുന്നത്. 3 മീറ്റർ ആണ്. അതുപോലെ തന്നെ BCയും സെയിം I തന്നെയാണ് വരുന്നത്. 4.5 മീറ്റർ സ്പാന് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. 3 kN/m UDL ആണ്. CD എന്ന് പറയുന്ന സെക്ഷനും I സെക്ഷൻ തന്നെയാണ്. 3 മീറ്റർ ആണ് വരുന്നത്. ലോഡൊന്നും തന്നെ ആക്ട് ചെയ്യുന്നില്ല. ഇതൊരു ഫ്രെയിമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് നമ്മൾ എന്ത് തന്നെയാണ് സ്റ്റെപ്പ്? നോട്ട്സ് ഐഡൻറ്റിഫിക്കേഷൻ ആണ്. നമ്മൾ ആദ്യം നോട്ട്സ് ഐഡൻറ്റിഫൈ ചെയ്താണ് ഈ വരച്ചേക്കുന്നത്. സോ ഫിക്സഡ് എൻഡ് ഉണ്ട്, അല്ലാതെ തന്നെ നമ്മുടെ ജോയിൻ വരുന്ന പോർഷൻസും ഉണ്ട്. അടുത്തത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ അറിയാം, ഫ്രെയിം വരുന്ന സമയത്ത് എവിടെയൊക്കെയാണ് വരുന്നത്? ഇവിടെ 2 മൊമെൻ്റ് ആണ് ഓൾറെഡി നമുക്ക് വരുന്നത്. അത് തന്നെയാണ് ഡിഗ്രി ഓഫ് ഫ്രീഡം 2. ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? സ്ട്രക്ചറൽ കോർഡിനേറ്റ്സ്. അപ്പോൾ സ്ട്രക്ചറൽ കോർഡിനേറ്റ്സ് വരയ്ക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ നോർമലി ഉള്ള ഫിഗർ എന്ന് പറയുന്നത് ഇത് പഠിച്ചു വെക്കേണ്ടതാണ്. ഇതിൻ്റെ ബീമിൻ്റെതാണ് ഓൾറെഡി നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇത് ഫ്രെയിം ആയതുകൊണ്ട് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. R1 R2 അതുപോലെ R3 R4 ഈ ഒരു രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് ആവശ്യം R2ഉം R3 ആണ്. നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് R2 ആൻഡ് R3 ആണ് ആവശ്യം. സോ ഇതിലെഴുതുമ്പോൾ തന്നെ എന്തുകൂടെ എഴുതണം? നമ്മൾ R1 നമുക്ക് വേണ്ട, അതുപോലെ തന്നെ പിന്നെ വേണ്ടാത്തത് R4 ആണ്. ഈസ് ഈക്വൽ ടു 0. നമുക്ക് എന്തൊക്കെ വേണം? R2 വേണം, അതുപോലെ R3 വേണം. ഇതൊരിക്കലും 0 ആകത്തില്ല. ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് ചെയ്യുന്നത്. സോ സ്ട്രക്ചറൽ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എലമെൻ്റൽ കോർഡിനേറ്റ്സ് ആണ്. എലമെൻ്റൽ കോർഡിനേറ്റ്സ് എന്ന് പറയുമ്പോൾ ഫ്രെയിമാണ്. ഓരോന്നിലും നമ്മൾ എന്താണ് 2 മൊമെൻറ്റ് വെച്ചാണ് കൊടുക്കുന്നത്. സോ ക്ലോക്ക് വൈസ് മൊമെൻറ്റ് തന്നെ. അങ്ങനെ നമ്മൾ എലമെൻ്റൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 6 ആണ്. ഇത് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ലോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ലോഡ് മെട്രിക്സ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം, ഇക്വലൻ്റ് ജോയിൻറ്റും കണ്ടുപിടിക്കണം. സോ ഫിക്സഡ് എൻഡ് മൊമെൻറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ലോഡ് വന്നിരിക്കുന്ന പോർഷൻ എന്ത് മാത്രമാണുള്ളത്? ഈ ഒരു BC എന്ന് പറഞ്ഞാൽ ബീമിൻ്റെ പോർഷനിൽ മാത്രമേ ലോഡുള്ളൂ. അപ്പോൾ അത് മാത്രം എടുത്താൽ പോരെ, ബാക്കിയൊക്കെ 0 അല്ലേ? അപ്പോൾ അവിടെ എടുക്കുന്ന സമയത്ത് MBCയും MCBയും ആണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? UDL ആണ്. നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് UDL ആണ്. അപ്പോൾ ഇക്വേഷൻ -WL²/12 ചെയ്യുമ്പോൾ -5.06 kN/m എന്നാണ് കിട്ടുന്നത്. അടുത്തത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് മൈനസും, അടുത്ത് MCB എടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് 5.06 kN/m ആണ് കിട്ടുന്നത്. അതിനെ നമ്മൾ നേരെ എന്ത് ചെയ്യുന്നുണ്ട്? അടുത്ത സ്റ്റെപ്പ് ഇക്വലൻ്റ് ജോയിൻ ലോഡാണ്. ഇക്വലൻ്റ് ജോയിൻ ലോഡ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസുമായിട്ട് നമ്മൾ വരയ്ക്കുന്നു. സോ അതും കഴിഞ്ഞു, ഇക്വലൻ്റ് ജോയിൻ ലോഡായി. ഇത് ഞാനിപ്പം വേറെ ഡീറ്റെയിൽ ആയിട്ട് പോകാത്തത്, ഇതിന് മുന്നേ തന്നെ ഒരു 3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അത് നോക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇതിന് ശേഷം ഇനി ചെയ്യുന്നത് ലോഡ് മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്കറിയാം നമുക്ക് ആവശ്യം എന്തൊക്കെയാണെന്ന് പറഞ്ഞു. R2ഉം R4ഉം ആണ് നമുക്ക് ആവശ്യമായിട്ട് പറഞ്ഞത്. ഓക്കെ, R2 R4 അല്ല, R2 R3ഉം ആണ് നമുക്ക് ആവശ്യമായിട്ട് പറഞ്ഞത്. സോ രണ്ടിൻ്റെയും വാല്യൂ നമുക്കുണ്ട്. R2 എന്ന് പറയുന്നത് എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരുന്നത് ക്ലോക്ക് വൈസ് ആയിട്ട് വരച്ചു 5.06ഉം, R3 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയി -5.06ഉം. അപ്പോൾ ഈ രണ്ടിൻ്റെയും വാല്യൂ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ലോഡ് മെട്രിക്സ് എഴുതി കൂടെ R2 R4 വെച്ചിട്ടാണ് നമ്മൾ ലോഡ് മെട്രിക്സ് എഴുതുന്നത്. സോ ലോഡ് മെട്രിക്സ് ആയി. ലോഡ് മെട്രിക്സ് കണ്ടു കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടത് സ്റ്റിഫ്നെസ് മെട്രിക്സ് ആണ്. സ്റ്റിഫ്നെസ് മെട്രിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്രെയിമിൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്ത് വേണം ചെയ്യേണ്ടത്. നമ്മൾ കോളം ചെയ്യുന്ന ഇതിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫ്രെയിമാണ്. ഫ്രെയിമിൻ്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുമ്പോൾ KAB കണ്ടുപിടിക്കുക. 2EI/L ആണ് വരുന്നത്. 2 1 1 2 ഈ ഒരു ഫോമിലാണ് വരുന്നത്. ശ്രദ്ധിക്കുക, ഇത് ഫ്രെയിമിൻ്റെ കേസാണ്. അപ്പോൾ AB കണ്ടുപിടിച്ചു, അതിൻ്റെ വാല്യൂ Iയുടെ വാല്യൂയും Lൻ്റെ വാല്യൂയും കൊടുത്ത് നമ്മൾ ചെയ്തു. KAB കിട്ടി. അടുത്ത് KBC ആണ്. KBC എന്ത് ചെയ്തു? Iയുടെ Lൻ്റെ വാല്യൂ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തതിൽ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. CD കണ്ടുപിടിച്ചു, അതിനും കിട്ടി. ഈ 3ഉം കൂടെ ഒരുമിച്ച് നമ്മൾ എന്തായിട്ട് എഴുതണം? Kയുടെ ഫോമിൽ എഴുതണം. അപ്പോൾ Kയുടെ ഫോമിൽ എഴുതുന്നതിന് മുന്നേ ഓരോന്നും എടുക്കുക. KAB, KBC, KCD. AB എടുക്കുന്ന സമയത്ത് നമുക്കറിയാം 1ഉം 2ഉം ആണ് എന്ത് വരുന്നത്? മെട്രിക്സ് ഫോമിൽ വരുന്നത്. ഇതിൽ നമുക്ക് എന്തൊക്കെ വേണ്ട? R1 = 0 എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒന്നാമത്തെ കോളവും വേണ്ട, ഒന്നാമത്തെ റോയും വേണ്ട. അപ്പം ഇവിടെ എന്ത് മാത്രം മതി? K22
എന്ന് പറയുന്ന എലമെൻറ്റ് മാത്രം മതി. ബി സി എടുക്കാം. ബി സിയിൽ നമുക്ക് എന്തുണ്ട്, R2ഉം 3ഉം ആണ് വന്നേക്കുന്നത്. R2ഉം വേണം, R3യും വേണം. അതുകൊണ്ട് തന്നെ ആ കോളം നമ്മളൊന്നും കട്ട് ചെയ്യേണ്ടതില്ല. അടുത്ത സി ഡി എടുക്കുന്ന സമയത്ത് 3ഉം 4ഉം ആണ് വരുന്നത്. അതിൽ തന്നെ എന്താണ്, R4 0 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ R4 0 വരുന്ന സമയത്ത് ഏത് റോ വേണ്ട, R4ൻ്റെ കോളവും വേണ്ട, 4ൻ്റെ റോയും വേണ്ട. അപ്പോൾ ഇവിടെ എന്താണ്, K33 ആണ് വരുന്നത്. ഇനി മൂന്നും കൂടെ ഒരുമിച്ച് എഴുതാം. EI നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഈ K22 എന്ന് പറയുന്ന 2 എലമെൻ്റാണ് വന്നേക്കുന്നത്, 1.3ഉം 0.88ഉം. സോ അത് എഴുതി. ബാക്കിയുള്ളത് 0.44, താഴെ 44. പിന്നെ വീണ്ടും വരുന്നത് K44ൻ്റെ വാല്യൂവും 2 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്, ആഡ് ചെയ്ത് എഴുതേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ 0.88ഉം 1.33. ഇത് രണ്ടും നമ്മളെങ്ങനെയാണ് ഒന്നുകൂടെ എഴുതേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതിപ്പം 0.88 ആയി. അതുപോലെ തന്നെ 1.33യും ഒരുമിച്ച് എഴുതാം. 1.33 എന്ന് വെച്ചാൽ 3യുടെ ആണ് വരുന്നത്. K33 ആണ്. K33 എലമെൻ്റ് ആണ് നമ്മൾ ആഡ് ചെയ്ത് എടുക്കേണ്ടത്. സോ 0.8 + 1.33 എടുക്കുക. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ EI × 2.21, 0.44, 0.44, 2.21. ഇതാണ് നമ്മുടെ സ്ട്രക്ചറൽ സ്റ്റിഫ്നെസ് മെത്തേഡ്സിൽ അല്ലെങ്കിൽ മെട്രിക്സ് ആയിട്ട് നമുക്ക് കിട്ടുന്ന മെട്രിക്സ്. ഇതിൽ നമ്മൾ യഥാർത്ഥത്തിൽ സ്റ്റിഫ്നെസ് മെട്രിക്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ ഓട്ടോമാറ്റിക്കലി സ്ട്രക്ചറൽ സ്റ്റിഫ്നെസ് മെട്രിക്സ് സ്റ്റെപ്പിലോട്ട് നമ്മൾ വരുന്നതാണ്. ഇനി ഇൻറ്റേർണൽ ഫോഴ്സ് ആണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. R = K ഇൻവേഴ്സ് P. K ഇൻവേഴ്സിൻ്റെ കാര്യം ഓൾറെഡി പറഞ്ഞു, ഡയറക്റ്റ് നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ K ഇൻവേഴ്സ് 1/EI 0.468 - 0.093 - 0.093 0.468 ആണ് നമുക്ക് K ഇൻവേഴ്സ് വരുന്നത്. P മെട്രിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈനൽ കിട്ടുന്നത് R = 1/EI 2.846 - 2.846 ആണ് വരുന്നത്. കാരണം R2 R3 മാത്രം മതി. സോ എന്തായി, ഇൻറ്റേർണൽ ഫോഴ്സസ് ആയി കഴിഞ്ഞു. അടുത്ത നമ്മുടെ ഫൈനൽ എൻഡ് മൊമെൻ്റ് ആണ്. ഇതിൻ്റെ കേസിൽ വരുന്ന സമയത്ത് മൊമെൻ്റ് മാത്രം മതി. നേരത്തെ ഫോഴ്സ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ മൊമെൻ്റ് മാത്രം മതി. FEM + K × R. FEM എന്ന് പറയുമ്പം ഓൾറെഡി നമ്മൾ ഓരോ സ്പാൻ ആയിട്ടാണ് എടുക്കുന്നത്. ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് എന്താണ്, AB ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ AB എന്തില്ല, FEM ഇല്ല, കാരണം 0 ആണ്. അതുപോലെ നമ്മൾ CD എടുക്കുമ്പോഴും ഇല്ല. BCയിൽ മാത്രമേ എന്തുള്ളൂ, FEMന് വാല്യൂ ഉള്ളൂ. അപ്പോൾ FEM 0 ആണ്. അപ്പോൾ തന്നെ ഒരു കുറച്ച് റിലാക്സേഷൻ കിട്ടിയെന്ന് വെച്ചാൽ കുറച്ച് സമയം നമുക്ക് അവിടെ ലാഭിക്കുക. FEM മെട്രിക്സ് ചെയ്യേണ്ടതില്ല. പിന്നെ KABയുടെ വാല്യൂ എടുക്കുക, അതുപോലെ R-ൻ്റെയും വാല്യൂ എടുക്കുക. രണ്ടും കൂടെ ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ 1.897 3.794 എന്നും കിട്ടും. ചെറിയൊരു നമ്മുടെ പോയിന്റ് കഴിഞ്ഞ് വരുന്നതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ചസ് വരാം. അത് നമ്മൾ പോയിന്റ്സ് എടുക്കുന്നതിൻ്റെ ബേസിസിലിരിക്കും. അടുത്ത സ്പാൻ BC ആണ്. BC വരുന്ന സമയത്ത് അവിടെ എന്തുണ്ട്, നമുക്ക് FEMൻ്റെ വാല്യൂ ഉണ്ട്. സോ FEM + K × R. Kയുടെ വാല്യൂ എടുക്കുമ്പോൾ KBCയുടെ വാല്യൂ തന്നെ എടുക്കണം. സോ R ചെയ്ത് വരുമ്പോൾ -3.79 3.79 എന്ന് കിട്ടും. ലാസ്റ്റ് സ്പാൻ CD ആണ്. CDക്കും എന്തില്ല, FEM ഇല്ല, ലോഡില്ല. അതുകൊണ്ട് FEMന് വാല്യൂ ഇല്ല, 0 ആണ്. പിന്നെ ഉള്ളത് K × R ചെയ്യുക. EI എപ്പോഴും നോക്കുക. EI എഴുതിയിട്ടില്ലെങ്കിൽ പോലും ഈ വീഡിയോയിൽ അഥവാ കാണിച്ചിട്ടില്ലെങ്കിൽ പോലും ആ EI എന്താണ് കട്ട് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് കാണിക്കാത്തത്. ഇപ്പോൾ ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. EI നമ്മൾ കട്ട് ചെയ്ത് പോവും. പിന്നെ എല്ലാം സോൾവ് ചെയ്ത് വരുമ്പോൾ -3.79 - 1.897 എന്ന് കിട്ടും. ഇതാണ് ഫ്രെയിമിൻ്റെ പ്രോബ്ലം. ഇനി ഇതിൽ ഈ ഒരു മൊഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് പ്രോബ്ലം കൂടി എന്ന് പറഞ്ഞാൽ ഫ്രെയിമിൻ്റെ തന്നെ വരുന്ന കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുകൂടെ നോക്കിയാൽ ഏകദേശം ഈ ഒരു മൊഡ്യൂളിൽ പ്രോബ്ലം ആയിട്ട് ഇമ്പോർട്ടൻ്റ് വരുന്നത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ നമുക്ക് മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള പ്രോബ്ലംസ് ബീമും ഫ്രെയിമും, അതുപോലെ ഫ്രെയിമിൻ്റെ തന്നെ 2 കണ്ടീഷൻസ്, ഫ്രെയിമിൽ വരുന്നതും ഇല്ലാത്തതും. ഇത്രയും മാത്രം ഇതിൽ പഠിച്ചാൽ മതി. പിന്നെ കുറച്ച് ഡെറിവേഷൻസ് ആണ് വരുന്നത്.